ഉണ്ണിയമ്മേ കുമ്പടി വന്നു. 8 കൊല്ലമായി ചങ്ങാതി, വെറുതെ സമയം കളയാതെ വേറെ വല്ല പണിയും നല്ലോണം കിട്ടിയോ? സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ. എന്താടോ കാര്യം? വാട്ട് ഇസ് ദ റീസൺ? വെള്ളാപ്പള്ളിയെ RSSന്റെ നാവെന്ന് മുമ്പ് വിശേഷിപ്പിച്ച പിണറായി വിജയൻ നിലപാട് മാറ്റിയത് എന്തുകൊണ്ടായിരിക്കും? ഒരടിക്ക് കോളുണ്ടെന്നല്ലേ കേളപ്പെട്ട അശരീരി കേട്ടത്. 4 വോട്ടിന് വേണ്ടി, പിണറായിയുടെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ 4 വോട്ടിന് വേണ്ടി ഏത് വർഗീയവാദത്തെയും അദ്ദേഹം അലങ്കാരമാക്കും. നമ്മളെയാണല്ലോ മച്ചമ്പി. പിണറായി വിജയൻ മാറിയിരിക്കുന്നു. അധികാരം ദുഷിപ്പിച്ച, അധികാരം നിലനിർത്താൻ വെറുപ്പിന്റെ ഏതുടുപ്പും എടുത്തണിയാൻ മടിയില്ലാത്ത, ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ഒരവസരവാദി എന്നല്ലാതെ മറ്റെന്താണ് പിണറായി വിജയനെ വിശേഷിപ്പിക്കാൻ ഏറ്റവും കൃത്യമായ വാക്ക്? ചോദിക്കേ. വരുന്ന നവംബർ 1-ാം തീയതി അതിദരിദ്രരില്ലാത്ത കേരളം ഉണ്ടാകും എന്ന് പറയുന്ന മുഖ്യമന്ത്രി എങ്ങനെയാണ് അധികാരം ദുഷിപ്പിച്ച മുഖ്യമന്ത്രിയാകുന്നത്? എന്തോ എങ്ങനെ? ഈ മുഖ്യമന്ത്രിയാണ് പറയുന്നത് എല്ലാവർക്കും വീടുള്ള കേരളം ഉണ്ടാകും. വിജ്ഞാന കേരളത്തെക്കുറിച്ച് സംസാരിക്കുന്നു. എന്നിട്ട് നമ്മുടെ സംസ്ഥാനത്ത് 9 കൊല്ലക്കാലമായി ഈ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ അധികാരം ദുഷിപ്പിച്ചൊരു മുഖ്യമന്ത്രിയാണോ? കേൾക്കാൻ നല്ല രസമുണ്ട്. ഏറ്റവും അവസാനം മാത്യു കുഴൽനാടൻ കേസിലെ ഹൈക്കോടതി വിധി എന്താ പറയുന്നത്? 9 വർഷക്കാലത്തെ ഈ മുഖ്യമന്ത്രിയുടെ പ്രവർത്തനത്തിൽ ആ കമ്പനിയുമായി ബന്ധപ്പെട്ട് ചെറിയ ഒരു നടപടി പോലും അവർക്ക് സഹായകരമായി ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ അധികാരം ദുഷിപ്പിക്കാത്ത മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. അങ്ങനൊരു മുഖ്യമന്ത്രിയെ കുറിച്ച് അദ്ദേഹം ഇന്നലെ നടത്തിയ ആലപ്പുഴയിലെ പ്രസംഗവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ സങ്കടം ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ പുട്ടിന് പീര തിരുകുന്ന പോലെ അധികാരം ദുഷിപ്പിച്ച മുഖ്യമന്ത്രി, ആ പ്രയോഗം അനുചിതമാണ്. അതല്ല, അതിൽ ചർച്ചയ്ക്കുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം മുഴുവൻ ഞാൻ ചർച്ചയ്ക്കിരിക്കാൻ തയ്യാറാണ്. എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. അതെ, അതുകൊണ്ട് അബ്ജോദ് അതങ്ങ് പിൻവലിക്കണം. അത് കുംഭസാരത്തിനിടെ കൂടെ പശുവിനെ കടത്തുന്ന ഒരു പണിയായിപ്പോയി. അത് വേണ്ടട്ടോ. നീ ചായ അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. ഓക്കെ, നിങ്ങളുടെ സങ്കടം ഞങ്ങളുടെ രാജീവ് ചന്ദ്രശേഖർ പറയുന്ന രീതിയിൽ സംസാരിക്കുന്ന വ്യക്തികളാകെ ഞങ്ങൾക്കൊപ്പം നിൽക്കണം, രാജീവ് ചന്ദ്രശേഖർക്കൊപ്പം നിൽക്കണം. കേരളത്തിനെതിരായി ഏറ്റവും വലിയ വിദ്വേഷ പ്രസംഗം ആലപ്പുഴയിലൊരു സംഭവം ഉണ്ടായപ്പോൾ ഒരാൾ പറഞ്ഞില്ലേ, കേന്ദ്രമന്ത്രിയായിരുന്നപ്പോൾ BJP ഇപ്പോഴത്തെ പ്രസിഡന്റ്, ആ കൂട്ടത്തിലേക്ക് വെള്ളാപ്പള്ളി വന്നിരിക്കണം. അതാണ് വെള്ളാപ്പള്ളിക്ക് നിൽക്കാൻ പറ്റിയ ഇടം. ആ കൂട്ടത്തിലേക്ക് SNDP യോഗം എത്തണം. ശ്രീനാരായണ പ്രസ്ഥാനങ്ങൾ ആ കൂട്ടത്തിൽ എത്തണം. ഇത് RSSന്റെ അജണ്ടയാണ്. അതിന് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമുദായത്തെ, അവരുടെ കായിക ശക്തിയെ മതന്യൂനപക്ഷങ്ങൾക്കെതിരെ ഉപയോഗിക്കാൻ UP നടന്ന മാതൃകയിൽ അവിടെ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു RSSന്റെ പരിപാടിയുണ്ട്. നിങ്ങളിപ്പോൾ ഇവിടെ എഞ്ചിനീയറിംഗ് പറഞ്ഞല്ലോ, സോഷ്യൽ എഞ്ചിനീയറിംഗ്. ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറയും തടിയേടാക്കണ്ട, പണിയെടുക്കാതെ ജീവിക്കാൻ നോക്ക്. UP എഞ്ചിനീയറിംഗ് എന്തായിരുന്നു? അവിടുത്തെ ജാട്ടുകളുടെ കായിക ശക്തി ഉപയോഗിച്ച് മുസ്ലിമിനെ തല്ലുക. അങ്ങനെ വർഗീയ കലാപം ഉണ്ടായിട്ടാണ് UP BJP ജയിച്ചത്. ഈ വേണ്ടാത്ത കാര്യങ്ങൾ പറയല്ലേ. ചരിത്രം പഠിക്കണം, ഗോരഖ്പൂരിലും സമസ്തിപൂരിലും ഒക്കെ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു, ശ്രീനാരായണ പ്രസ്ഥാനങ്ങളെ റാഞ്ചാൻ RSSനെ അനുവദിക്കില്ല. ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ ഭാഗത്തു നിന്നും പലപ്പോഴും അതിൻ്റെ നായകരുടെ സ്ഥാനത്തു നിന്നും അപജയങ്ങൾ ഉണ്ടായിട്ടുണ്ട്, തെറ്റായ പ്രസ്താവനകൾ ഉണ്ടായിട്ടുണ്ട്. അത്തരം ഘട്ടങ്ങളിൽ അവരുടെ വീടിന് മുന്നിലും സ്ഥാപനങ്ങളുടെ മുമ്പിലും പന്തല് കെട്ടി സമരം നടത്താൻ തൻ്റെ ഇടം കാണിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് CPM. ഞങ്ങൾ അറച്ചു നിന്നിട്ടില്ല. പ്രതിപക്ഷ ജനാധിപത്യത്തിന് തീർന്നു കിട്ടുമല്ലോ എന്ന് കരുതി സമത്വ മുന്നണി ഉണ്ടാക്കിയപ്പോൾ അവരുടെ കൂടെ കീറിയവരാണ് കോൺഗ്രസുകാർ, അതിന് പിന്തുണ കൊടുത്തവരാണ് BJPക്കാർ. അന്ന് നെഞ്ചു കീറി അതിനെ നേരിട്ട് അതിനെ പരാജയപ്പെടുത്തിയവരാ ഞങ്ങൾ. അതിനെ യുദ്ധം ചെയ്ത് പരാജയപ്പെടുത്തിയവരാ ഞങ്ങൾ. അങ്ങനെ യുദ്ധം ചെയ്ത് പരാജയപ്പെടുത്തി യുദ്ധം നടത്തുന്ന ഞങ്ങൾ തന്നെ ഇന്ന് ഞങ്ങൾ നിലപാട് സ്വീകരിച്ചിരിക്കുന്നു, ശ്രീനാരായണ പ്രസ്ഥാനങ്ങളെ റാഞ്ചാൻ RSSനെ അനുവദിക്കില്ല.
എവിടുന്ന് കിട്ടിയാടോ ഇയാളെ? CPM എന്ന് ശരി, പറയുന്നത് ഒരു അനിൽകുമാർ, മതത്തിനും എതിരല്ല. സമയം എല്ലാ മതക്കാരുമുള്ള എല്ലാ താങ്കൾ നേരത്തെയും പറഞ്ഞ ഒരു പോയിന്റ് ആണത്. ശ്രീ പ്രമോദ് പുഴങ്കര, ഒന്ന് NP ചേക്കുട്ടി തേജസിൽ മാത്രമല്ല പ്രവർത്തിച്ചിട്ടുള്ളത്, അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ള മാധ്യമങ്ങളുടെയൊക്കെ പേര് നോക്കും. ഞാൻ സമയം പ്രമോദിന്റെയും അപഹരിക്കുന്നില്ല. പ്രമോദെ പറയാം. അല്ല, തേജസിന്റെ ചരിത്രം നോക്ക്, തേജസിന്റെ ചരിത്രം നോക്ക്. ശരി, അഭിമാനം തേജസിനുണ്ടോ? അതൊക്കെ പിന്നെ പറയാം. തേജസ്വിന്റെ പിന്നെ പറയാൻ 8 കൊല്ലമായി ചങ്ങാതി, വെറുതെ സമയം കളയാതെ വേറെ വല്ല പണിയും ഇന്നല്ലല്ലോ. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു പോവാ. എന്നും പറയണം, എന്നും പറയാം, എന്നും പറയാം. ഇവിടെ വേറെ പണിയല്ല ഈ പണിക്ക്. അല്ല, അത് അവസാനമാകുമ്പോൾ തർക്കിച്ച് സമയം കളയരുത്. പ്രമോദ് പറയൂ. പട്ടിയുടെ വാല് 12 കാലം കൊള്ളിട്ടിട്ട് എന്താ കാര്യം? പട്ടിക്ക് കൂടി തോന്നണ്ടേ അത് നിവർത്തിയെടുക്കണോന്ന്? കഷ്ടം. അതെ ഇവിടെ കമന്റ് ചെയ്തോണ്ടാ തിരിച്ചു പറഞ്ഞത്. അല്ല, ഞാൻ പറഞ്ഞത് അനിൽകുമാറിയുടെ ആളുകൾ സംസാരിക്കുന്നതിനെ എന്റെ നമ്പരായി എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം. ആളുകൾ സംസാരിക്കുന്നതിനെ കാളമൂത്രം എന്നൊക്കെ പറഞ്ഞു. സംസാരത്തെ മൃഗവിസർജനവുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തുന്നത് എവിടെ പോണു? വെള്ളം കുടിക്കണം. സംസാരിക്കുന്ന ഭാഗത്തുകൂടി വിസർജിക്കുകയും വിസർജിക്കുന്ന ഭാഗത്തുകൂടി സംസാരിക്കുകയും ചെയ്യുന്ന സിംബോളിക്കായി അങ്ങനെ പറയാവുന്ന മട്ടിൽ ശീലിച്ചു പോയതുകൊണ്ടാണത്. ഉറക്കം വരുന്നു. അതുകൊണ്ട് ആ തരത്തിലുള്ള പേടിപ്പിക്കലുകളും നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ പറഞ്ഞാൽ വിരട്ടലും വേഷം കെട്ടലും ഒന്നും എല്ലാവരുടെ അടുത്തും വേണ്ട. അതാണ് വിഷയത്തിലേക്ക് വരാം. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, എങ്ങനെയാണോ വലതുപക്ഷത്തിന്റെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ ഹിന്ദുത്വ ഫാഷൻ ഇതൊരു നടക്ക് പോണ മാതിരില്ല. രാഷ്ട്രീയ മൂല്യങ്ങളും രാഷ്ട്രീയ വിചാരങ്ങളും കീപ് ക്വയറ്റ്. നിങ്ങൾ പറയുമ്പോൾ കേട്ടിരുന്നല്ലോ, മിണ്ടാതിരിക്കൂ, മിണ്ടാതെ കേൾക്കാൻ ശീലിക്കൂ. ദിസ് ഇസ് എ ഡിബേറ്റ്, പ്ലീസ് ബിഹേവ് യുവർസെൽഫ്. അപ്പോ ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. എങ്ങനെയാണ് വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ അല്ല, അനിൽകുമാർ, അങ്ങനെയാണെങ്കിൽ അനിൽകുമാർ ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴൊക്കെ മറ്റാളുകൾക്കൊക്കെ അഭിപ്രായം പറയാനുണ്ടായിരുന്നു. ആളുകൾക്കൊക്കെ ഇടയ്ക്ക് ഇടപെട്ട് അഭിപ്രായം പറയാനുണ്ടായിരുന്നു. മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ അവർക്ക് സംസാരിക്കാൻ അവസരം നൽകാതിരിക്കുകയും അതിനിടയിൽ കയറി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് അങ്ങേയറ്റത്തെ ജനാധിപത്യ വിരുദ്ധതയാണ്. ഉളുപ്പുണ്ടടാ ചക്കണക്ക്. പ്രമോദ് സംസാരിക്കുന്നത് കാണാമൂത്രം പോലെയാണെന്ന് പറഞ്ഞത് ഒരു ജനാധിപത്യ മര്യാദയില്ലാതെ ഒരു വ്യക്തിപരമായ അധിക്ഷേപത്തിലേക്ക് കടന്നത് എന്തിനാണ്? അപ്പോൾ പ്രമോദ് സംസാരിച്ചു, അപ്പോൾ തടഞ്ഞു, അപ്പോൾ തടസ്സപ്പെടുത്തിയോ? ഇല്ലല്ലോ. ഇനി അയാളുടെ കൂടെ അയാൾ സംസാരിക്കട്ടെ. നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല. വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതെ. പ്രമോദ്, ഞാൻ അനിൽകുമാർ കേക്ക് നിങ്ങൾ 1 മിനിറ്റ് കൂടിയുള്ളൂ, പൂർത്തിയാക്കിക്കോ. ഇങ്ങേരി ആഞ്ജനേയ സ്വാമി. ഇപ്പൊ ഞാൻ പറഞ്ഞത് എങ്ങനെയാണ് ഇതൊക്കെ സ്ഥിരം പരിപാടിയാ, ഒരുമാതിരി ചർച്ച അലമ്പുന്ന പരിപാടി, പറയാനൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പൊ സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? കള്ളും കള്ളവും രാഷ്ട്രീയ അവസരവാദവും മതേതര വിരുദ്ധ രാഷ്ട്രീയവും ഒരുപോലെ വിൽക്കുന്ന ഒരു അധമ വ്യാപാരിയെ പോയി ആദരിക്കാൻ ആളുകൾ ഇടതുപക്ഷത്തിന്റെ മുഖ്യമന്ത്രിയും അയാളുടെ 4 മന്ത്രിമാരും വരി നിൽക്കുന്നു എങ്കിൽ അത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിനെ ശവക്കച്ച പുതപ്പിച്ചുകൊണ്ട് അതിന്റെ 16 അടിയന്തരമാണ് ചേർത്തലയിൽ കഴിഞ്ഞ ദിവസം കഴിഞ്ഞത്. അതിനുശേഷം പിണറായി വിജയൻ ഉണ്ടാക്കിയതാണ് ഈ കേരളമെന്നും ഇത് പിണറായി ഉള്ളതുകൊണ്ടാണ് ഇവിടെ പള്ളി ടാർപോളിനിട്ട് മൂടാത്തതെന്നൊന്നും പറയരുത്. അത് മൂടാത്തത് ഈ കേരളം ഇപ്പോഴും പിണറായി നടേശന്റെ കയ്യും പിടിച്ച് നമ്മളെ കൊണ്ടുചെന്നെത്തിക്കാൻ ശ്രമിക്കുന്ന അവസരവാദ രാഷ്ട്രീയത്തിലേക്ക് നടക്കാത്തത് കൊണ്ടാണ്. അങ്ങനെ നടക്കാതെ ഒരു ആധുനിക സമൂഹത്തിലേക്ക് നടത്തിക്കുന്നതിന് വേണ്ടിയാണ് നമ്മളെല്ലാം ഇവിടെ നിന്ന് വർത്തമാനം പറയുന്നത്. ആ വർത്തമാനം ജനം കേൾക്കരുത് എന്നുള്ളത് കൊണ്ടാണ് CPM-ന്റെ പ്രതിനിധിയൊക്കെ വന്നിരുന്ന് ആ ചർച്ചയെ ഇവിടെ ബഹളം കൂട്ടി തോൽപ്പിക്കാൻ ശ്രമിക്കുന്നത്. നിങ്ങൾ എത്ര തോൽപ്പിക്കാൻ ശ്രമിച്ചാലും നിങ്ങളുടെ നേതാവും നടേശൻ മുതലാളിയും പൊക്കിപ്പിടിച്ച് നിന്നല്ലോ. മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ആ കൈ ഇങ്ങനെ വലിച്ചു താഴത്തിടുന്നതിന് വേണ്ടിയുള്ള ഒരു കേരളം ഇവിടെ ഉണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ് നടത്തുന്നത് BJP-ക്കും RSS-നും വേണ്ടിയുള്ള പ്രവർത്തനമാണെങ്കിൽ BJP-യെയും RSS-നെയും ഏറ്റവും ശക്തമായ ഭാഷയിൽ വിമർശിക്കുകയും എഴുതുകയും അതിന്റെ പേരിൽ പലതരത്തിലുള്ള വേട്ടയാടലുകൾ അനുഭവിക്കുകയും ചെയ്ത ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? പ്രമോദിനെയും ചേക്കുട്ടിയെയും ഒന്നും വിളിച്ച് ഇവിടെ ചർച്ച നടത്തേണ്ട കാര്യമില്ലെന്നെങ്കിലും മിനിമം മനസ്സിലാക്കണം. കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല. വാ.
തൽക്കാലം ഇത്രയും മതി. വരട്ടെ.